ഹായ് കൂട്ടുകാരെ, ഞായറാഴ്ച ദിവസം കൈപ്പക്ക തീയലും ചീരയും വഴുതനങ്ങ കൊണ്ടൊരു കറിയും ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ മുഴുവൻ കൈപ്പക്കയൊന്നും എടുക്കുന്നില്ല, 2 കൈപ്പക്കയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളൊക്കെ കളഞ്ഞ് ഇവനെ നമുക്ക് അരിഞ്ഞെടുക്കണം. അതുപോലെ ചീരയും വഴുതനങ്ങയും തൊടിയിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഒരു വഴുതനങ്ങ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ മൂത്തത് വാങ്ങരുത്, ഇളം പ്രായത്തിലുള്ളത് വേണം വാങ്ങാൻ. ഇതിപ്പോൾ എൻ്റെ തൊടിയിലുണ്ടായതാണ്, ഇത് അധികം മൂത്തിട്ടില്ല. ഇനി നമുക്കിത് രണ്ടും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പരിചയപ്പെടാം. കറിയാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു മൺചട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് പരിപ്പ്, തുവരപ്പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. മഞ്ഞപ്പൊടി ഇട്ട് ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ പരിപ്പിനൊപ്പം അത് വെന്തുകൊള്ളും. വെന്തുടയുമ്പോഴാണ് കൂട്ടാനൊരു രസമുണ്ടാവുക. ഇനി ഇത് നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ചീര ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. മഞ്ഞപ്പൊടി ഇട്ടൊന്ന് കഴുകിയെടുത്താൽ മതിയാകും. ചീര നമ്മുടെ തൊടിയിൽ തനിയെ ഉണ്ടാവും, വിത്ത് വെറുതെ വലിച്ചെറിഞ്ഞാൽ മതി. നമ്മൾ നല്ലോണം സംരക്ഷിച്ച് വിത്തൊക്കെ പാവി മുളപ്പിച്ചാൽ ചിലപ്പോൾ ഇത് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഞാൻ വലിച്ചെറിയാണ് ചെയ്യുക. എല്ലാ വിത്തും തൊടിയിലേക്ക് മണ്ണ് കിളച്ച ശേഷം വലിച്ചെറിയാണ് ചെയ്യുക. അങ്ങനെ ഉണ്ടായ ചീരയാണിത്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം നമുക്ക് ഈ എല്ലാ കഷ്ണങ്ങളും വേവിച്ചെടുക്കണം. ചീരയ്ക്കും വേവുണ്ട്. ചീര വേവ് കുറയുമ്പോഴാണ് വയറിന് പറ്റാതെ നമുക്കൊരു വയറിനൊരു അസ്വസ്ഥത വരുന്നത്. അപ്പോൾ നമുക്ക് ചീരയും വഴുതനങ്ങയും പരിപ്പും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം പറന്നിട്ടുണ്ട്, മുങ്ങാൻ പാകത്തിന്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വേണം വേവാൻ വയ്ക്കാൻ. തൊടിയിലൊക്കെ ഇഷ്ടംപോലെ വറകുള്ളത് കൊണ്ട് ഞാൻ അധികവും അടുപ്പത്താണ് വെച്ചെടുക്കുന്നത്. സമയവും ലാഭം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, കൂടെ തന്നെ ഉപ്പും. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വേവിച്ചെടുക്കാം. ഈ ഒരു കറിയിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 മുറി നാളികേരം ചിരവി എടുത്തിട്ടുണ്ട്, മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറുജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ പച്ചമുളക് അധികം എരിവില്ലാത്തത് 2 എണ്ണം, പിന്നെ ഒരു 3 ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ അരച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിയിലേക്കുള്ള അരപ്പൊക്കെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. കറി ഇങ്ങനെ വെന്ത് വരികയാണ്. വേഗം വേവുന്ന പരിപ്പായതുകൊണ്ട് വേഗം വെന്ത് കിട്ടും കഷ്ണത്തിൻ്റെ ഒപ്പം. വേവ് കൂടുതലുള്ള പരിപ്പ് നിങ്ങൾ കുക്കറിൽ വേവിച്ച് ഇതിലേക്ക് പാർന്നു കൊടുത്താൽ മതിയാകും. ഈ കൂട്ടാൻ വല്ലാതെ കുറുകരുത്, വല്ലാതെ വെള്ളവും ആകരുത്. ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് വറുത്തിടേണ്ടത്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേഗം വെന്ത് കിട്ടും, അടുപ്പായതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. നാളികേരം പറന്നു കൊടുക്കണം. നല്ല പോലെ വെന്ത ചീരയും വഴുതനങ്ങ കഷ്ണങ്ങളിലേക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് തിളക്കട്ടെ. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പരിപ്പും ചീരയൊക്കെ ഒപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം കൂട്ടാൻ. ഇത് അടച്ചു വെച്ച് വേവിക്കരുത്, ഇലക്കറി ആയതുകൊണ്ട്. അത് അടയ്ക്കാതെ വേവിക്കുന്നത് കൊണ്ടാണ് ഈ പച്ച കളർ നമുക്ക് കിട്ടുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ പറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി ഇതിൽ മൂപ്പിച്ചെടുക്കാം. കറുവേപ്പില ഞാനിതിൽ ചേർത്ത് കൊടുക്കാറില്ല, കാരണം ഇത് ഇലക്കറിയാണ്, ചീര ഇലയാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു ഇല ഞാൻ ചേർത്തുന്നില്ല. ഉള്ളി നല്ലോണം മൊരിഞ്ഞു വരണം, എന്നാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളി ഇപ്പം നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. കരിയാൻ പാടില്ല. ഈ ഓഫാക്കുകയാണ്. നമുക്കിത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആഹാ, നല്ല മണമാണ് കറിക്ക്. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. കൂട്ടുകാരെ, കറി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. ഇനി കൈപ്പക്ക തീയൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം. കാരണം നിങ്ങൾക്ക് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരും.
അതുകൊണ്ടാണ്